ഹലോ ഗൈസ്, ഗുരുവായൂർ അമ്പലനടയിൽ ഒരു രക്ഷയില്ല കേട്ടോ. ചിരിച്ച് ഒരു പരുവ തിയേറ്ററിൽ നിന്നിട്ട് ഞാൻ ഈ അടുത്ത് ഇത്ര ചിരിച്ച് തന്നാണ് എന്ന് ഒരു ഓർമ്മയില്ല. പക്ഷെ നന്നായിട്ട് ചിരിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്ത് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നത്. എടുത്തു പറയേണ്ടത് സിനിമയുടെ സ്റ്റോറിയാണ്. ദീപു പ്രദീപ് കിടിലൻ സ്റ്റോറി. അതേപോലെ തന്നെ സ്ക്രീൻ പ്ലേ ആൻഡ് ഡയറക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. ഡയറക്ഷൻ ദീപു അല്ല, ബിബിൻ ദാസാണ്. സ്ക്രീൻ പ്ലേ ബിബിൻ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ബിബിൻ്റേതായ രീതിയിൽ സിനിമയുടെ കഥ മാറ്റിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ കിടിലൻ ഡയറക്ഷനാണ്, കിടിലൻ സ്റ്റോറിയാണ്. അതുപോലെ എടുത്തു പറയേണ്ടത് സിനിമാറ്റോഗ്രഫി. നീരജ് മേനോൻ സിനിമാറ്റോഗ്രഫി കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്കിത് മേനോൻ മ്യൂസിക്, കിടിലൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സോങ്സ് എല്ലാം കിടിലമാണ്. പിന്നെ എടുത്തു പറയേണ്ടത്, എനിക്ക് പറയണം തോന്നിയത് ഇതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനറെയാണ്. പേരെനിക്കറിയില്ല, പക്ഷേ കിടിലമാണ്. കാരണം ഇതിനകത്ത് പൃഥ്വിരാജ് ഇട്ടേക്കുന്ന കുറേ ഷർട്ട്സ് ഉണ്ട്. കിടിലൻ പാറ്റുള്ള ഷർട്ട്സ്. ഇത്രയും കിടിലൻ ഷർട്ട്സൊക്കെ എങ്ങനെ ഇറങ്ങുന്നു? അപ്പം അത് പിന്നെ അഭിനയിച്ചിരിക്കുന്നവർ ഇതിനകത്ത് എടുത്തു പറയേണ്ടത്, നമ്മൾക്ക് പരിചയമായിട്ടുള്ള ജഗദീഷ് ചേട്ടൻ, ബൈജു ചേട്ടൻ എല്ലാം നമുക്കറിയാം സീനിയർ ആക്ടേഴ്സാണ്. ഇതിനകത്ത് ഒരുപാട് പേർക്ക് അറിയാത്തത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ കണ്ടിട്ടുള്ള, ഇപ്പോൾ സിജു സണ്ണിയെ രോമാഞ്ചത്തിൽ കണ്ടിട്ടുണ്ട്. സാഫ് ബോയ് ആദ്യമായിട്ടാണ് സിനിമയിൽ വരുന്നത്. സാഫ് ബോയുടെ ഫസ്റ്റ് സിനിമ അല്ല, സെക്കൻഡ് സിനിമയാണ്. അപ്പം സാഫ് ബോയ് ഒന്നും അങ്ങനെ ആർക്കും പരിചയമില്ല. അതേപോലെ തന്നെ ജോയ്മോൻ, ഇവർ രണ്ടും എനിക്ക് തോന്നുന്നു സിജു സണ്ണിയും ജോയ്മോനും രോമാഞ്ചത്തിലുണ്ടായിരുന്നു. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ രക്ഷയില്ല. ഈ ജോയ്മോൻ്റെ കുറേ പെർഫോമൻസ് ഉണ്ട്. എൻ്റെ പൊന്നു മച്ചാനെ, ഇതൊക്കെ എങ്ങനെ ഇവിടുന്ന് വരുന്നു? അതുപോലെ സിജു സണ്ണി, സാഫ് ബോയ് ബേസിൻ്റെ അനിയനായിട്ടാണ്. പിന്നെ ബേസിൽ ആൻഡ് പൃഥ്വിരാജ് കോംബോ. പലരും പറഞ്ഞു ട്രെയിലർ കണ്ട സമയത്തും സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ടും പൃഥ്വിരാജ് കുറച്ച് കയറി നിൽക്കുന്ന, അല്ലെങ്കിൽ കുറച്ച് ഡ്രമാറ്റിക്കായിട്ടുള്ള ക്യാരക്ടറാണെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കങ്ങനെ തോന്നിയില്ല. ഈ ഒരു ക്യാരക്ടറേ കുറച്ച് ഡ്രമാറ്റിക്കാണ്. അപ്പം പൃഥ്വിരാജ് അങ്ങനെ ചെയ്തുകൊണ്ട് കുറച്ച് ഓവറായിട്ട് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഓവറായിട്ടുള്ള ക്യാരക്ടറാണ്. സീരിയസ്ലി ഇത് ഭയങ്കര സിമ്പിൾ സ്റ്റോറി. ഒരു കല്യാണം ആണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് ഹാഫ് കൊണ്ടുപോകുന്നൊരു വൈബുണ്ട്. എൻ്റെ മോനെ, മറ്റേ അഴകിയലയിലെ പാട്ടൊക്കെ ഇട്ട് കുറേ പാട്ടുകൾ ഇതിനകത്ത് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ക്ലൈമാക്സ് എടുത്തു പറയേണ്ടതാണ്. ഗുരുവായൂർ അമ്പലനട എന്താണോ നമ്മൾ നേരിൽ കാണുന്നത്, സെയിം സാധനമാണ് സെറ്റിട്ട് വെച്ചിരിക്കുന്നത്. അതൊക്കെ എങ്ങനെ സാധിക്കുന്നത്? സെയിം നമ്മളെങ്ങനെ അമ്പലത്തിൽ പോയി എങ്ങനെ ഫീലാണ്, ഗുരുവായൂർ അമ്പലത്തിൽ ഒരു കല്യാണത്തിന് പോയാൽ എന്ത് ഫീൽ കിട്ടുന്നു, അതേ സാധനം 12,000 യൂത്ത് ആർട്ടിസ്റ്റിനെയൊക്കെ വെച്ച് ഇത്രയും ദിവസം ഷൂട്ട് ചെയ്ത് വേറെ ലെവല്. ഇപ്പം കുറേ സിനിമയുടെ റെഫറൻസുകളുണ്ട്. നമ്മൾ ക്ലൈമാക്സ് ഒക്കെ ആവുന്ന സമയത്ത് ഓക്കെ ഇതല്ലേ ഓക്കെ ഇത് മറ്റേ സിനിമയല്ലേ, അങ്ങനെ ഫീല് വരും നമുക്ക്. അങ്ങനെ കുറേ സോങ്ങുകളൊക്കെ പ്ലേസ് ചെയ്ത് ഇതിനകത്ത് കുറേ ക്ലൈമാക്സിൽ കുറേ കിടിലൻ സാധനങ്ങളുണ്ട്. ഇതിനകത്ത് ക്ലൈമാക്സിൽ ഒരു ആക്ഷൻ ഡ്രോണിൻ്റെ ഒരു കിടിലൻ 360 ഷോട്ടുണ്ട്. എൻ്റെ മോനെ, അതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ട്, വേറെ ലെവലാണ്. ആ ഒരു ഷോട്ട് കിടിലാണ്. പിന്നെ ക്ലൈമാക്സിൽ കുറേ ആളുകൾ, എൻ്റെ കൂടെ വന്ന ചേട്ടൻ പറഞ്ഞത് ക്ലൈമാക്സിൽ ഒരു ചെറിയ സാധനം ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എനിക്കത് തോന്നിയില്ല. അതവിടെ ഒന്ന് മാസാക്കാൻ വേണ്ടിയിട്ട് വെച്ചാണ്. അത് ആ ഒരു സിനിമയ്ക്ക് അത് ആപ്റ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അത് ആ ഒരു സിനിമയ്ക്ക് നല്ലതാണ്. അത്രയും ഇതായിട്ടൊരു മാസമായിട്ട് സാധനം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് രസമല്ലേ? എനിക്ക് രസമായിട്ടാണ് തോന്നുന്നത്. ഭയങ്കര രീതിയിൽ എനിക്ക് അതിനകത്ത് എവിടെ ഒരു പലതായിട്ട് തോന്നിയില്ല. ഫുൾ എൻജോയ് ചെയ്ത് ഒരിടത്ത് പോലും നമുക്ക് ബോറടിക്കാതെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ നിഖില വിമലും അനശ്വര രാജനും പറയേണ്ടതാണ്. പക്ഷേ ഇത് ഈ ഒരു അളിയൻ്റെയും അഭിനയത്തിനിടയ്ക്ക് മുങ്ങിപ്പോയെന്ന് വേണം പറയാം. പക്ഷേ അനശ്വര രാജൻ ഭയങ്കര ക്യൂട്ടായിട്ട് കറക്റ്റ് ഒരു കല്യാണ പെണ്ണ്, ആ ഒരു വൈബാണ്. നിഖിലയുടെ ക്യാരക്ടറിന് ഈ സിനിമയുടെ ഒരു എന്താണ് ഫുൾ ഒരു ഇമ്പോർട്ടൻ്റ് റോളാണ്. ഒരു ഇമ്പോർട്ടൻ്റ് റോള് ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. നിഖില ഇല്ല എന്നുണ്ടെങ്കിൽ സിനിമയില്ല, ആ ഒരു സാധനമാണ്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ്. വെറും കുഞ്ഞൊരു കാര്യം ഭയങ്കരമായിട്ട് ഊതിപ്പെരിപ്പിച്ച് ഒരു കല്യാണത്തിന് 2 ദിവസം മുന്നേ പ്രശ്നമാകുന്നു. ഇതേപോലെ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ഈ ബേസിലും ഫ്രണ്ട്സും കൂടെ ചെയ്യുന്ന, അതായത് ഈ ഒരു സാധനം ഇവർക്ക് ഇത് ചെയ്യണം എന്നുള്ള രീതിയിൽ ചെയ്യുന്നു, അന്നേരം നടക്കുന്നില്ല. പക്ഷെ ഇതെല്ലാം സെക്കൻഡ് ഹാഫിൽ ഇത് വേണ്ട, നിങ്ങൾ നടക്കരുതെന്ന് വിചാരിക്കുന്ന സമയത്ത് ഈ സാധനം എല്ലാം മറ്റേ റിപ്പീറ്റ് അടിച്ച് ഇവരുടെ തലയിൽ വീഴുന്ന പോലെ, ഇടുത്തി വീഴുന്ന പോലെ വരുന്ന സാധനങ്ങളുണ്ട്. ഒരു കല്യാണം മുടക്കാൻ കുറേയധികം ആൾക്കാരും, കല്യാണം നടത്താൻ നായകനും നായികയും, അതാണ് ഇതിനകത്ത്. അളിയൻ്റെ സ്നേഹമുണ്ട്, ഭയങ്കര രസമാണ്. ആദ്യത്തെ എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ് ഈ പൃഥ്വിരാജ് ബേസിൽ കോംബോയുടെ കെമിസ്ട്രി നമുക്ക് ആദ്യമേ നമ്മളിങ്ങനെ ഇവർ തമ്മിൽ ഇങ്ങനെയാണെന്ന് കൊണ്ടുപോകുന്നു. അത് പക്ഷേ പൃഥ്വിരാജിൻ്റെ യഥാർത്ഥ സ്വഭാവം ഇതല്ല, ആനന്ദൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ യഥാർത്ഥ സ്വഭാവം ഇതല്ല എന്നുള്ള രീതിയിൽ വേറൊരു സൈഡിൽ കാണിക്കുന്നു.
അങ്ങനെ കൊണ്ടുവന്നു. അതേപോലെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള പല കോമഡികളും റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളത് കാണുന്ന സമയത്ത് ഒന്ന് രണ്ട് ഭയങ്കര സീരിയസ് ആയിട്ട് റിയൽ ലൈഫിൽ നടന്നൊരു സാധനത്തെ ഇൻസിഡൻറ്റിനെ എടുത്ത് സിനിമയിൽ പ്ലേസ് ചെയ്ത് അതിനെ ഭയങ്കര കോമഡി ആക്കി കാണിക്കുക. അത് ഭയങ്കര സംഭവമാണ് കേട്ടോ. അത് ആ സീൻ കാണുമ്പോൾ നമ്മൾ ചിരി വരും. സോ ഇവിടെ ഇത് ആ സീനല്ല, ഇത് റിയൽ ലൈഫിൽ നടന്നതല്ലേ എന്ന് തോന്നും. അങ്ങനെ പല സീനുകളും കോമഡിക്ക് വേണ്ടി പല സീനുകളുണ്ട്. അത് വർക്കായിട്ടുണ്ട്. കോമഡി എല്ലാ ചെയ്ത സീനുകൾ സിറ്റുവേഷൻ അനുസരിച്ച് വന്ന സാധനങ്ങൾ അതും വർക്കായിട്ടുണ്ട്. ഇതാണ് ഈ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടെങ്കിൽ തുടങ്ങണം. അവർക്ക് സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കുക, സീൻ പറഞ്ഞു കൊടുക്കുക, അവർ പിന്നെ അങ്ങ് അവരുടെ കൈ നിട്ടങ്ങ് ചെയ്യുകയാണ്. അതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് എനിക്ക് തോന്നിയത്. ഭയങ്കര രീതിയിൽ അത് ഈ ഒരു ബേസിൽ പൃഥ്വിരാജ് കോംബോ ഇതിനകത്ത് ഇങ്ങനെ വർക്കായിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ ഇങ്ങനൊരു ക്യാരക്ടർ ഈ അടുത്തെങ്ങും നമ്മൾ കണ്ടിട്ടില്ല. നിങ്ങൾ ബ്രോഡാഡിയിൽ കണ്ടിട്ടുള്ള പൃഥ്വിരാജിനേക്കാൾ കോമഡിയുള്ള ക്യാരക്ടറാണ് ഇതിനകത്ത് ആനന്ദൻ എന്ന് പറയുന്ന ക്യാരക്ടർ. അത്രയ്ക്ക് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പക്ക ഫാമിലി എൻ്റർടൈനർ എന്ന രീതിയിൽ പോയി കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സിനിമയാണ് ഈ ഒരു സിനിമ. മിസ് ചെയ്യാതെ പോയി കാണാം. ഇത് തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാലേ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. വീട്ടിലിരുന്ന് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാലും തിയേറ്ററിൽ ഒരു ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും വീട്ടിലിരുന്ന് നമുക്ക് എൻജോയ് ചെയ്യുമ്പോൾ എന്ത് കോമഡിയാണെന്ന് പറഞ്ഞാലും കിട്ടില്ല. പക്ഷേ തിയേറ്ററിൽ പോയിരുന്ന് കാണുമ്പോൾ അതൊരു ഫീലാണ് മോനെ. ഇത് ഞാൻ ചിരിച്ച് എൻ്റെ ബാഗ് കഴിക്കായിരുന്നു അവസാനം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ചിരി അനവിങ്ങായിട്ട് തോന്നിക്കാണ് ചിലപ്പോൾ അപ്പുറത്തിരുന്നുണ്ട്. അത്രയ്ക്ക് ഭയങ്കര സൗണ്ട് ഒച്ചയെടുത്താണ് ഞാൻ ചിരിച്ചത്. ഇപ്പം ഈ എഴുന്നേറ്റ് നിന്നൊക്കെ കൈയടിക്കാൻ തോന്നുന്ന സീനുകളാണ് ക്ലൈമാക്സിലൊക്കെ വന്നപ്പം. അതായത് എടുത്തു പറയേണ്ട യോഗി ബാബുവിൻ്റെയൊക്കെ കുറേ സീനുകളൊക്കെ ഉണ്ട്. യോഗി ബാബു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പല സാധനങ്ങളും നമുക്കറിയാം ഇത് വർക്കാവത്തില്ല, ഇവരെന്ത് ചെയ്താലും വർക്കാവത്തില്ല എന്ന് പറയും. പക്ഷേ അതെങ്ങനെയാണ് വർക്കാവാതിരിക്കുന്നത് നമ്മൾ നോക്കും. അത് ഭയങ്കര രീതിയിൽ ഭയങ്കര രസകരമായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളത്. അത് ഭയങ്കര രസകരമായിട്ട് നമുക്ക് കൺവേ ആവുന്ന രീതിയിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഐറ്റമാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പം ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഒരു പക്ക പാക്ഡ് ഫാമിലി എൻ്റർടൈനറാണ്. എന്തായാലും തിയേറ്ററിലെല്ലാം പോയി കാണുക. ഇത് മിസ് ചെയ്യാതെ കാണുക. എന്താണോ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ കണ്ടത് അതിൻ്റെ ഒരു 100 മടങ്ങാണ് സിനിമയിൽ കാണുന്നത്. ഇൻ്റർവ്യൂവിൽ കണ്ടതൊന്നുമല്ല, അതിൽക്കും മേലെയാണ് സിനിമയിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പൃഥ്വിരാജ് ബേസിൽ കോംബോ ഒരു രക്ഷയില്ല. പിന്നെ അജു വർഗീസിൻ്റെ ഒരു ക്യാമിയോ റോളൊക്കെ ഉണ്ട്. അത് ആ ഒരു പാട്ട് യൂട്യൂബിൽ വന്നിട്ടുണ്ട്. അപ്പം ഒരു രക്ഷയില്ലാത്ത ഒരു അടിപൊളി സിനിമയാണ്. നിങ്ങൾ ചിരിക്കാൻ തയ്യാറായിട്ട് പോയി കാണാം. അടിപൊളി സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ.